ആ റോട്ടിൽ കൂടെ വരണ്ട വെച്ചിട്ട് മൂസാ നബി പണിയെടുത്തു. തീഹ് മരുഭൂമിയിൽ 40 കൊല്ലം നട്ടം തിരിഞ്ഞു വരും. അങ്ങനെ അള്ളാഹു തആല ഗംഭീരമായ സഹായം നൽകിയിട്ട് പിന്നെ നന്ദികേട് കാണിച്ചൊരു കൂട്ടക്കാരാണ് ആരെന്നറിയോ? ബനൂ ഇസ്രായേലുകൾ. പോലെ അള്ളാഹു തആല പ്രതിനിധികളാക്കി ഫിറോനും കൂട്ടക്കാരെയൊക്കെ തുരത്തിയിട്ട് ബനൂ ഇസ്രായേലുകൾക്ക് അള്ളാഹു തആല എഴുതി കൊടുത്തു അധികാരങ്ങൾ. എന്നിട്ടൊരു വലിയൊരു നന്ദികേട് കാണിച്ചു ബനൂ ഇസ്രായേലുകൾ. അതിന് അള്ളാഹു തആല നല്ലൊരു തിരിച്ചടിയും കൊടുത്തു. തീഹ് മരുഭൂമിയിൽ 40 കൊല്ലം നട്ടം തിരിഞ്ഞു വരും. ഫിറോനും കൂട്ടക്കാരും പിടിക്കാൻ വന്നു. ഇവർ പറയാണ്, നമുക്ക് രക്ഷയില്ല മൂസാ നബി, ഇതാ വന്നു, ഇവർ പിടിക്കാൻ വന്നു, മുമ്പിൽ ചെങ്കടലാണല്ലോ, ഒരു രക്ഷയില്ലല്ലോ എന്ന്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ അടിക്കാൻ പറഞ്ഞു. അടിച്ചു. നല്ല ഉണങ്ങിയ റോഡുണ്ടാക്കി സുരക്ഷിതമായിട്ട് ആ റോഡ് കൂടെ അങ്ങനെ കഴിച്ചിലായി. ഫിറോനും കൂട്ടക്കാരൊക്കെ ആ റോഡ് കൂടെ വരണ്ട വെച്ചിട്ട് മൂസാ നബി പണിയെടുത്തു. എന്തിനാ അത്രമാക്കാത്? ചെങ്കടലിന് ഒരടിയും കൂടി കൊടുക്കാൻ നോക്കിയെന്നാണ് മൂസാ നബി അങ്ങോട്ട് അക്കരെ പറ്റിയിട്ട് ഒരടിയും കൂടി കൊടുത്തോണ്ട് ചെങ്കടൽ പഴയ സ്ഥിരാകട്ടെ എന്ന് ആരാഗ്രഹിച്ചു. സൂറത്ത് ദുഹാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വത്റുക്കുൽ ബഹറ റഹ്വ, സമുദ്രം അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഓരൊന്നും മുക്കി കൊല്ലേണ്ടതുണ്ട്, ഓരൊക്കെ കടക്കണം. ഓരോ കടന്നപ്പോൾ ചെങ്കടൽ അള്ളാഹു തആല പൂട്ടി ഓലയിലാണ് കൊന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് അള്ളാഹു തആല രക്ഷ കൊടുത്തിട്ട് ടീമാണ് ആര്? ഓലങ്ങനെ ആ ചെങ്കടൽ കിടന്ന് തീ മരുഭൂമി കൂടെയാണ് ഓല് പോണത്. ഓലിങ്ങനെ പോയപ്പോൾ ഒരു ബഹുദൈവാരാധകരായ കൂട്ടക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ മൂസാ നബിനോട് ഇവർ പറയാണ്, ഞങ്ങൾക്കും വേണം കുറെ ദൈവങ്ങൾ, ഞങ്ങൾക്കൊരു പഠിച്ചവനൊന്നായാൽ പോരാ. നബി പറഞ്ഞു, ഇന്നക്കും കൗമുൻ തെജീലു, നിങ്ങളൊരു വിവരമില്ലാത്ത കൗം തന്നെയാണ്. ഞല്ലാത്തൊരു ഇല നിങ്ങൾക്ക് വേണോ? ലോകരെക്കാളൊക്കെ നിങ്ങളെ പോരിശയാക്കിയില്ലേ അള്ളാഹു തആല? റബ്ബിൽ നിന്നുള്ള വലിയ നിയമത്തായിരുന്നു അത്. അതൊക്കെ ആ റബ്ബാണ്. ഈ ബിംബങ്ങളല്ല അതൊന്നും ചെയ്തത്. ഇങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ അള്ള പോലെ നിങ്ങൾക്ക് ബിംബങ്ങൾ വേണമെന്നില്ല. വല്ലാത്തൊരു നന്ദിയില്ലാത്ത ടീം തന്നെയാണ് നിങ്ങളെന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹു തആല നിങ്ങളിലാണ് ആക്കിയത്. ആ കാലഘട്ടത്തിലേ വന്ന നബിമാരൊക്കെ ബനൂ ഇസ്രായേലായിരുന്നു. അള്ളാഹു തആല നിങ്ങൾ രാജാക്കന്മാരും ആക്കി. രാജാധിപത്യം ഇതൊക്കെ ബനൂ ഇസ്രായേലുകൾക്ക് അള്ളാഹു തആല കൊടുത്തു. ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില നബിമാരൊക്കെ വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു. കോയമനറിയോ? ദാവൂദ് നബിയും മകൻ സുലൈമാൻ നബിയും രണ്ടാളും രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാരെന്ന് പറഞ്ഞ പോലെ അതിന് തുല്യമായ ഒരു രാജാധികാരം ഇനി അന്ത്യനാൾ വരെ ഒരു രാജാവിനും കിട്ടൂല, ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഭയങ്കര സംഭവമാണ് മോമിനികളെ. ആ മുഖദ്ദസത്തായ ഭൂമിയിലേക്ക്, നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. നിങ്ങൾക്ക് അള്ളാഹ് നിശ്ചയിച്ച നാടാണത്. ഏതാണ് നാട് എന്നറിയോ? പലസ്തീനാണ്. അതാണ് ഇവർ പറയുന്നത്, ഞങ്ങളെ വാഗ്ദത്ത ഭൂമിയാണെന്നൊക്കെ വെറുതെ പറയില്ല. അത് ശരി തന്നെയാണ്, ഓരോ വാഗ്ദത്ത ഭൂമിയാണത്. ഞമ്മക്കിത് അറിയില്ലാണ്ടല്ലോ, ഓർക്ക് ഈ ആയത്തൊക്കെ അറിയും. പലസ്തീൻ അതാണ് പോലെ അവിടെ വന്ന് കൂടിയത്. അവിടെ നിങ്ങൾക്കുള്ള ആ മുഖദ്ദസത്തായ പരിശുദ്ധമായ ഭൂമിയിലേക്ക്, നാട്ടിലേക്ക് പോയിക്കോളി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഓൽക്ക് അവകാശപ്പെട്ടാണെന്നൊന്നല്ല പറഞ്ഞിട്ട് അന്ന് അങ്ങനെയായിരുന്നു. അന്ന് ഇവരെ തന്നെ ഒന്നാൻ്റെ ആളുകൾ അവിടെ ഈ ബനൂ ഇസ്രായേലുകൾ അവിടെ മഹാധികാരികളായ ആളുകൾ ഉണ്ടായിരുന്നത്. അന്ന് ഓലൊക്കെ പുറത്താക്കിയിട്ട് ആ നാട് അവിടുന്ന് വിമോചിപ്പിക്കാനുള്ള ഒരു കൽപ്പനയാണ് അള്ളാഹ് അവർക്ക് കൊടുത്തത്. അല്ല പാവങ്ങളായ പലസ്തീനികളെ പുറത്താക്കിയാണ്ട് ഈ ഡാവുകളോട് അങ്ങോട്ട് കയറാനൊന്നും അള്ളാഹ് പറഞ്ഞിട്ടൊന്നുമില്ല. അതല്ല അതിൻ്റെ അർത്ഥം.